ഹായ്, ഞാൻ ശ്രീജിത്ത് ആദി അക്വ ഫിഷ്. അവിചാരിതമായിട്ടാണ് വെള്ളാപ്പിൽ നിന്നുള്ള സലാഹുദ്ദീനുമായി ഞാൻ പരിചയപ്പെടുന്നത്. ഫിഷുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഫാം ചെയ്യുന്ന കാര്യം പറഞ്ഞു. എൻ്റെ ഫാമിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് എനിക്ക് വളരെയധികം സന്തോഷമാണെന്ന്. 2 ദിവസങ്ങൾക്ക് ശേഷമാണ് സലാഹുദ്ദീനും മകനും എൻ്റെ ഫാം സന്ദർശിക്കാൻ വരുന്നത്. അതേ ദിവസം തന്നെ പയ്യന്നൂർ ഫിഷറീസ് കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും എൻ്റെ ഫാം സന്ദർശിക്കാൻ വന്നിരുന്നു. അപ്പോൾ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം, സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഹോബികളിലൊന്നാണ് അലങ്കാര മത്സ്യ വളർത്തലും പരിപാലനവും. ഇത് മനസ്സിന് സന്തോഷവും ശാന്തതയും നൽകുന്നു. കൂടാതെ ഒരല്പം പരിശ്രമിക്കാൻ കൂടി തയ്യാറാണെങ്കിൽ ഒരധിക വരുമാനം ഉണ്ടാക്കാനും അലങ്കാര മത്സ്യകൃഷി കൊണ്ട് സാധിക്കുന്നു. എന്നും അലങ്കാര മത്സ്യ വളർത്തലും പരിപാലനവും കൗതുകത്തോടെ വീക്ഷിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ചെറുതെങ്കിലും ഒരു ടാങ്ക് സെറ്റ് ചെയ്ത് അതിലേക്ക് നിക്ഷേപിക്കാനായി ഗപ്പി ഫിഷ് എന്ന കുഞ്ഞൻ മത്സ്യങ്ങളെ അന്വേഷിച്ചായിരുന്നു രാമന്തളി സെൻട്രലിൽ ചെല്ലുന്നത്. അവിടെയുള്ള അലങ്കാര മത്സ്യക്കടയിൽ ചെന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിലാണ് കടയുടമ ശ്രീജിത്ത് അല്പസ്വല്പം അലങ്കാര മത്സ്യകൃഷിയും നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞത്. കേട്ടപ്പോൾ ഏതായാലും നിങ്ങളുടെ ഫാം സന്ദർശിച്ചിട്ട് തന്നെ കാര്യം എന്ന് ഞാനും. സൗകര്യമുള്ള മറ്റൊരു ദിവസം കണ്ടെത്തി ഞാനും മകൻ മൊഹസിനും കൂടി ഏഴിമലയിലെ ശ്രീജിത്തിന്റെ വീടിന് സമീപത്തായി ഉള്ള സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തി അലങ്കാര മത്സ്യകൃഷി ചെയ്യുന്നത് നേരിട്ട് കാണാൻ ചെന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ പഠനത്തിന്റെ ഭാഗമായി പയ്യന്നൂരിൽ പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് ഫിഷറീസിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ശ്രീജിത്തിന്റെ അലങ്കാര മത്സ്യകൃഷി നേരിട്ട് കണ്ട് മനസ്സിലാക്കാനെത്തിയിരുന്നു. ശ്രീജിത്തിന്റെ മത്സ്യകൃഷിയെക്കുറിച്ച് അവരെന്താണ് പറയുന്നതെന്ന് കേൾക്കാം. ടീച്ചർ, ഇത് ഏത് കോളേജാണ്? നമ്മള് കോളേജ് ഓഫ് ഫിഷറീസ് പയ്യന്നൂരാണ്. പയ്യന്നൂര്. അപ്പോൾ ഇവിടെ വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് ജൂലൈ 10 മത്സ്യ കർഷക ദിനമായിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പൊ അന്നത്തെ ദിവസം നമ്മൾ മികച്ച കർഷകരെ ആദരിക്കുന്ന കൂട്ടത്തില് ഏറ്റവും മികച്ച അലങ്കാര മത്സ്യ കർഷകനായിട്ട് ആദരിച്ചിട്ടുണ്ടായിരുന്നത് ശ്രീജിത്തിനെയാണ്. ഈ ഫാമിന്റെ ഉടമസ്ഥരെയാണ്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികളെയും കൂടെ ഈ യൂണിറ്റ് ഒന്ന് കാണിക്കാം എന്ന് കരുതി നമ്മള് വന്നതാണ്, ഫീൽഡ് വിസിറ്റിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഇവർക്ക് ഓർണമെന്റൽ അക്വാകൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്ട് പഠിക്കാനുണ്ട്. അപ്പം അതിന്റെയും കൂടെ പാർട്ടായിട്ട് എന്നാ പിന്നെ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാളെ കണ്ടേക്കാം, നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാളെ കണ്ടേക്കാന്ന് കരുതി അങ്ങനെ പോകുന്നതാണ്. ടീച്ചറുടെ പേര് പറഞ്ഞില്ല, സോറി. എന്റെ പേര് പ്രൈസി എം ഷാജു എന്നാണ്. കോളേജിൽ പഠിപ്പിക്കുന്ന അവിടെയാണ്. നാട് നമ്മൾ ഇടുക്കിയാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അറിയുമായിരിക്കും. ഇടുക്കി എന്ന് പറയുമ്പോൾ പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ നമ്മള് ശുദ്ധജലത്തിൽ കൃഷി ചെയ്യുന്ന ഇതിപ്പോ അലങ്കാര മത്സ്യങ്ങളാണ്, ഭക്ഷണയോഗ്യമായ മത്സ്യങ്ങളും ധാരാളം കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് അവിടെ. അതെ, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ ഇത് ഓൾറെഡി ടീച്ചർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്ന ആവശ്യമില്ല, കുട്ടികളെ പരിചയപ്പെടുത്താനുള്ള ആവശ്യത്തിന് വന്നായിരിക്കും. അതെ, ഇവർ ഇതിന്റെ തിയറി ഭാഗങ്ങളൊക്കെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പം പ്രാക്ടിക്കലായിട്ട് നടത്തുന്ന ഒരാളെ അദ്ദേഹത്തിന്റെ ഒരു സക്സസ് സ്റ്റോറി നേരിട്ട് കാണാം എന്ന് കരുതിയും കൂടെ വന്നതാണ്. അപ്പൊ ടീച്ചർ അഭിപ്രായം എന്താ ഇതുവരെ കണ്ടിട്ട്? ഇതുവരെ ഈ അലങ്കാര മത്സ്യങ്ങൾ വളർത്തലിൽ ശ്രീജിത്ത് വിജയിച്ചോ? അല്ല, തീർച്ചയായും അദ്ദേഹം നല്ല രീതിയിൽ വിജയം കണ്ടതുകൊണ്ട് അല്ലെങ്കിൽ നേടിയെടുത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ മത്സ്യ കർഷകന്റെ ആദരിക്കുന്ന ദിനത്തില് അദ്ദേഹത്തിന് ഒരു അവാർഡ് നമ്മൾ കുട്ടികളെ കാണിക്കാൻ കൊണ്ടുവന്നതും. ഓക്കെ, താങ്ക് യു ടീച്ചർ. താങ്ക് യു. നിങ്ങൾ തുടങ്ങേണ്ടായ ഒരു ഇതെന്താണ്, ഒരു കാരണം എന്താണ് സ്റ്റാർട്ടിങ്? ഇതിനോടൊരു താല്പര്യം ഉണ്ടായിട്ട് ഒരു പേർ ഗപ്പിയും തുടങ്ങിയാണ്. ഒരു പേര് ഗപ്പിയും തുടങ്ങിയത് അതിന് മെല്ലെ ഡെവലപ്പ് ചെയ്തിട്ട് ഈസി ആയിട്ട് എത്തി. നമ്മൾ ചെറിയൊരു ചെയ്യുമ്പോൾ തന്നെ ആള് വാങ്ങാനുണ്ടായി. ഞാൻ ചെറുതിങ്ങനെ വെറൈറ്റി അങ്ങനെ കൊണ്ടുവന്നു. ഇപ്പൊ ഒരു 10-30 വെറൈറ്റി ഗപ്പി ചെയ്യുന്നുണ്ട്. ഏഞ്ചല്, പോളാർ ബ്ലൂ, ഇത് ബ്രീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതെ, പിന്നെ വേറെ ഏഞ്ചൽ ബ്രീഡ് ചെയ്യുന്നുണ്ട്, പോളാർ ബ്ലൂ, പോളാർ വൈറ്റ്, പ്ലാറ്റിനം, പിന്നെ റെഡ്, അങ്ങനെ കുറെ തരം ഗപ്പികള്. പിന്നെ പ്ലാറ്റി, റെഡ് ജുവല്, ഇതെല്ലാം ബ്രീഡ് ചെയ്യുന്നുണ്ട്. ഈ പേരൊന്നും പറഞ്ഞാൽ ചിലപ്പോ എനക്കറിയണമെന്നില്ല, പക്ഷെ നിങ്ങൾ തുടങ്ങിയത് ഒരു പേര് ഗപ്പി എന്നാണ്. അപ്പൊ ഇത് തന്നെയാണ് മെയിൻ നിങ്ങളുടെ വരുമാന മാർഗം എന്ന് പറയുന്നത്? അല്ല, ഞാൻ പിന്നെ എഫ്സൈ ഗോഡൌണിൽ ചുമട്ടന്റെ പണിയാണ്. അത് കഴിഞ്ഞിട്ടുള്ള ടൈമിലാണ് ഈ ബ്രീഡ് ചെയ്യുന്നത്. ഇപ്പം അത്യാവശ്യം മോശം സെയിൽ ഉണ്ട്. ഞാൻ 4-5 ഷോപ്പിലേക്ക് സെയിൽ ചെയ്യുന്നുണ്ട്. ഈ ഇവിടുന്ന് ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ട് ഗപ്പി ഇപ്പൊ എത്ര കൊല്ലായി ഇതിപ്പോ തുടങ്ങിയിട്ട്? ഞാനിപ്പോ 6 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുവരെ നഷ്ടം എന്നൊന്നും പറയാനൊന്നുമില്ല. ഇതിലൊരിക്കലും നഷ്ടമില്ല. ലാഭം ഇല്ലെങ്കിലും ഇതിന്റെ പിന്നാലെ തന്നെ കൂടും. ആ ഒരു താല്പര്യത്തിന്റെ പുറത്ത് നമ്മളിപ്പോ തന്നെ ഒരു ഗപ്പിനെ മേടിച്ചാൽ ദിവസം നല്ല ക്വാളിറ്റി ആകുന്ന ഒരു 300-400 രൂപ കൊടുത്ത് മേടിച്ചാലും അതിലൊരു ബ്രീഡിങ്ങിന് എന്ന് പറയുമ്പോൾ നമുക്കൊരു 30 കുഞ്ഞ് മാക്സിമം കിട്ടും. അതിന് നമുക്ക് സെയിൽ ആയി കഴിഞ്ഞാല് അതിന് ഒന്നൊരു ഇതിന്റെ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് മുതലാവും. പിന്നെ നമുക്ക് അതിൽ കുറച്ചുകൂടെ പിന്നെ ബ്രീഡ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാല് നമുക്കൊരു വരുമാന മാർഗമായി മാറുകയും ചെയ്യും.
അപ്പൊ ഇങ്ങനെ ഒരു ഉള്ളോട്ടായ ഒരു സ്ഥലമായതുകൊണ്ട് വേറെ ശല്യമൊന്നുമില്ല അല്ലെ? വളരെ ശല്യമൊന്നുമില്ല. ഒരു കാമങ്കോറ്റായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അതന്നെ. ആരും ഒരു മലര മുകളിൽ ഇങ്ങനെ ഒരു ഫാം നടത്തുന്നത് ആരും സംഘടിപ്പിക്കില്ല. അതെ, ഞാനും അതാ ഉദ്ദേശിച്ചത്. ഇത്തിരി ഉയരമുള്ള സ്ഥലത്ത് എങ്ങനെ വെള്ളവും കാര്യങ്ങളെല്ലാം സൗകര്യങ്ങൾ അത്യാവശ്യം ഉണ്ട്. നമുക്ക് അങ്ങനെ വെള്ളം ഇവിടെ നമ്മളെ ഉള്ളത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തും അല്ലേ? അതാണ്. അപ്പൊ എന്തായാലും ഇങ്ങനെ നിങ്ങളുടെ ഒരു സ്ഥലത്ത് വരാനും നിങ്ങളെ പരിചയപ്പെടാനും അത് നമ്മളെ കൂട്ടുകാർക്ക് കാണിക്കാനും ഒക്കെ സഹായിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇതാരും നമ്മളെ സീതയുടെ മകളായിരിക്കും അല്ലേ? മോളെ പേരെന്നോളെ പറഞ്ഞോളൂ. അമ്മയ ഒരാളേ ഉള്ളൂ? അല്ല, ആദ്യ ഇത് നിങ്ങളുടെ മോളാ? ഏട്ടന്റെ മോളാണ്. അതെ അതെ. ഇന്ന് മോളെ പേര് ഹാഷ്മിറ. വെരി ഗുഡ്. അപ്പൊ ഇതാണ് നമ്മുടെ ശ്രീത്വയുടെ എന്താണ് ഫാം എന്ന് വേണം പറയാം. ഇപ്പൊ വളരെ ചെറിയ സൗകര്യത്തിൽ കൂടുതൽ കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ശ്രീത്വയുടെ ഈ ഒരു ഇതിന് എല്ലാവിധ ആശംസകളും തരാം. കാരണം ഇത്തരം ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുക അല്ലെങ്കിൽ ഒരു താല്പര്യത്തിൻ്റെ പുറകെ നടക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ആൾക്കാർ കയറി വരണം എന്നാണ് അല്ലേ സീതയുടെ അഭിപ്രായം? മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് അല്ല മത്സ്യത്തിന് വേണ്ടുന്ന തീറ്റ കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ അവരെ സർവ് ചെയ്യണം അല്ലേ? തീർച്ചയായിട്ടും കസ്റ്റമർ വരുന്നുണ്ട്. പിന്നെ അതെല്ലാം ഞാൻ ഹോൾസെയിലും കൊടുക്കുന്നുണ്ട്. നല്ല ബ്രൂഡ് വേണ്ടവർ എന്നെ തന്നെ അന്വേഷിച്ച് എന്നെ അറിയുന്നവർ എൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട്. അവർക്കുള്ള ഫുഡും ഇല്ല ഞാൻ തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ അക്വേറിയം അടിച്ചു കൊടുക്കണം. അപ്പൊ ഇപ്പൊ ഒരു വീട്ടിലേക്ക് ഒരു അക്വേറിയം വേണമെന്നുണ്ടെങ്കിൽ ശ്രീത്വനെ സമീപിച്ചാൽ തീർച്ചയായിട്ടും അതിന്റെ ഫുള്ള് സെറ്റ് ചെയ്ത് കൊടുക്കുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും അവർക്ക് വേണ്ട മീനും എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ. അപ്പോൾ നമ്മളുമായിട്ട് സഹകരിച്ചതിന് വളരെ നന്ദിയുണ്ട്. അപ്പം നമ്മളെ കണ്ട ആരെങ്കിലും ശ്രീത്വനെ വന്ന് ബന്ധപ്പെടുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ അവരെ സർവ് ചെയ്യണം അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായും. ഓക്കെ. താങ്ക് യു.